ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനോടും ഒന്നും ചെയ്യാണ്ട് എഴുന്നേറ്റ് വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതും. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ചോറ് വെക്കുന്നത് സൂര്യക അരി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു അരി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് അരി എടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു കാസറോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കാസറോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു പാത്രമല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് അരി ഒന്ന് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ അരി ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഒന്ന് സോക്കായിട്ട് കിട്ടണം. ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളമൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം അടുപ്പത്തു നിന്ന് എടുത്ത വെള്ളമാണ് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ ഒരു കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്കാവാനായിട്ട് ഒന്ന് കുക്കാവാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാസറോൾ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ അരി ഈ ഒരു ടൈപ്പിലൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവും, കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു അര തുടങ്ങി 3/4 മണിക്കൂർ വരെ മാത്രം സോക്ക് ചെയ്താൽ മതി കേട്ടോ. കുതിർത്തിയെടുത്താൽ മതി. അതിൽ കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ അരി ഒന്ന് വെന്ത് വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വേവണമെന്നൊന്നുമില്ല. ഈ ഒരു ടൈപ്പിൽ വെന്ത് കിട്ടിയാൽ മതി. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഈ അരി മാത്രമായിട്ട് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ അരി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചെടുക്കാൻ പേടിയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/2 പോർഷൻ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന ടൈമിൽ ചെറിയ തരികളോട് കൂടിയിട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ ഒരുപാട് ലൂസായിട്ട് ഇത് അരച്ചെടുക്കുകയും വേണ്ട. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഇത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ തരികളും ഒക്കെ വേണം കേട്ടോ. അതേപോലെ നമുക്ക് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരി കൂടുതലുണ്ടായതിൻ്റെ പേരിൽ ഞാനിങ്ങനെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമാവരുത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മൾ ആ ഒരു കുക്ക് ചെയ്തിട്ടുള്ള റൈസും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ വേണം കേട്ടോ. അത് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ച് അരക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് തേങ്ങ, അതേപോലെ 1 ടീസ്പൂൺ നിറയെ വലിയ ജീരകം, പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതും നമ്മൾ നേരത്തെ അരച്ച് വെച്ചുള്ള ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ മൈദ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പുട്ട്, പത്തിരി അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പം, നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ.
തരിതരിപ്പോട് കൂടിയിട്ടുള്ള പൊടിയല്ല ഇതിന് വേണ്ടത്. നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദ വേണമെങ്കിൽ 1/4 കപ്പ് തുടങ്ങി ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് നമുക്കിത് കിട്ടണം. കൈ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതാ ഞാനിത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാവാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് പോകരുത്. നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു മാവ് ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ചോപ്പിംഗ് ബോർഡ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിലേക്കായിട്ട് ക്ലിംഗ് റാപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കവർ എടുത്താലും മതി. നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ല, അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിലല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇതേപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക, ചെറിയ ചെറിയ പത്തിരിയുടെ വലുപ്പത്തിൽ. അപ്പോൾ ഇത് കുറച്ച് നൈസ് പത്തിരിയുടെ അത്രയും കട്ടി കുറച്ചിട്ടല്ല, അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിനേലും കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ വേണോട്ടെ നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അത് പരത്തിയെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന ഓയിലിലേക്ക് നമുക്ക് ഈ ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ ബോളായിട്ട് വരും കേട്ടോ. വീർത്ത് വരും, നല്ല പൊന്തി ഇങ്ങനെ വരും. അപ്പോൾ കുറച്ച് നേരവും കൂടെ അതേപോലെ ഇട്ടതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല കളറൊക്കെ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടണം. പിന്നെ ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല കേട്ടോ. അതായത് ഇതേപോലെ നല്ല ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം ചുട്ടെടുക്കുന്ന ടൈമിൽ തന്നെ അടുത്തതും ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഒരു പണിയില്ല നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴും ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. എപ്പോഴും ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് പത്തിരികൾ ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ പൊന്തി വരും. അത് വന്നു കഴിഞ്ഞ് ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതിയിട്ട്. അപ്പോഴേക്കും അടിവശം നന്നായിട്ട് ഇതേപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ടാവും. ഇതേപോലെ മറുവശവും കൂടെ ഇതേപോലെ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്. കുറച്ച് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ നമുക്ക് തലേന്നത്തെ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. മുട്ടക്കറി ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇതിന്. ഇനിയിപ്പോൾ കറി ഇല്ലാന്നുണ്ടെങ്കിലും നല്ല വെറുതെ ചൂടോട് കൂടിയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കണ്ട ഉടനെ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഓരോ പത്തിരിയും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ബോൾ പോലെ പൊന്തി ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പീസും ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.